السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، صلى الله عليه وعلى آله وأصحابه وسلم تسليما كثيرا. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الإنسان لفي خسر، صدق الله العلي العظيم. وقد قال نبينا محمد صلى الله عليه وسلم: نعمتان مغبون فيهما الإنسان، الصحة والفراغ. ليت وهل ينفع شيئا ليت شبابا بوع فاشتريت. ഏറെ ബഹുമാനവും ആദരവും അതിലേറെ സ്നേഹവും നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അപാരമായ തൗഫീഖിനാൽ കഴിഞ്ഞ ദിവസം സൂറത്തുൽ അസ്റിലെ 1-ാം ആയത്ത്, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിശാലമായ ചർച്ച നാം നടത്തി. അള്ളാഹു നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്, ഇന്ന് നമുക്ക് സൂറത്തിൻ്റെ 2-ാം ആയത്തായ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന ഭാഗം നമുക്ക് ചർച്ച ചെയ്യാം. ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം മനസ്സിലാക്കേണ്ടത്, അല്ലാഹു വൽ അസ്ർ എന്ന് പറഞ്ഞ അല്ലാഹു സത്യം ചെയ്യാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാലത്തെ വെച്ച് സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറയുന്നത് ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്നാണ്. നമ്മുടെ ഈ കാലത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ടതായി നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പടപ്പാണ് സൂര്യൻ. അല്ലാഹുവിൻ്റെ ഒരു പടപ്പാണ് നക്ഷത്രങ്ങളും, അതുപോലെ ഗാലക്സികളും, അതുപോലെ ഭൂമിയുമെല്ലാം അല്ലാഹുവിൻ്റെ പടപ്പാണ്. നാം മനസ്സിലാക്കേണ്ടത്, വളരെ കൃത്യമായി സൂര്യൻ അതിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തുന്നുണ്ട്. ഭൂമി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. മറ്റു ഗ്രഹങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ലോകത്തുള്ള സർവ്വതും അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി നടത്തുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയാണ്. എങ്കിൽ ഇതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ ഒരു നിഅമത്ത് എന്നത്, മനുഷ്യന് അല്ലാഹു അഖൽ നൽകി എന്നതാണ്. ഈ ഒരു ആയത്തിൻ്റെ തഫ്സീറിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് തുന്താവി റഹിമഹുല്ലാഹ്, ബഹുമാനപ്പെട്ടവർ നീണ്ട ഒരു ചർച്ച നടത്തുന്നുണ്ട്. മനുഷ്യൻ മറ്റുള്ള മനുഷ്യേതര വസ്തുക്കളിൽ നിന്ന്, ജീവികളിൽ നിന്ന് മനുഷ്യൻ വ്യത്യസ്തമായിരിക്കുന്നത് മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധി നൽകി എന്നതാണ്. ഈ ബുദ്ധിയിൽ നിന്ന് പലരും അല്ലാഹുവിൻ്റെ വിജയം കരസ്ഥമാക്കുന്നു, പലരും പരാജയത്തിൻ്റെ അടിത്തട്ടിലേക്ക് ആണ്ടുപോവുകയും ചെയ്യുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച സർവ്വതും, ഭൂമി മുതൽ സൂര്യൻ മുതൽ സസ്യതരുളതാദികൾ മുതൽ അല്ലാഹു പടച്ച എല്ലാത്തിൽ നിന്നും അല്ലാഹു വളരെ വ്യത്യസ്തമായി പടച്ചത് മനുഷ്യനെയാണ്. മനുഷ്യൻ സംസാരിക്കുന്നു, മനുഷ്യൻ അല്ലാഹു ബുദ്ധി നൽകി. ഇങ്ങനെ ഒരുപാട് വിശേഷ ഗുണങ്ങൾ അല്ലാഹു മനുഷ്യന് നൽകി. എന്നിട്ട് അല്ലാഹു പറയാണ് ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ പരാജയത്തിലാണ്. ഈ ഒരു കാലത്തെ വേണ്ട രീതിയിൽ പരിഗണിക്കാത്ത മനുഷ്യൻ പരാജയത്തിലാണ്. ഇവിടെ തുടക്കത്തിൽ അൽ ഇൻസാൻ എന്നതിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് മുഫസ്സിരീങ്ങൾക്കിടയിൽ. എന്താണ് അൽ ഇൻസാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
അപ്പോൾ അൽ ഇൻസാൻ എന്നതിലുള്ള അൽ എന്നതിനാണ് ഒരുപാട് ചർച്ചകൾ നടക്കുന്നത്. ഏതായാലും ഇൻസാൻ എന്ന ഈ ലഫ്ള് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാനായ ഇമാം ഖുർത്തുബി റഹിമഹുല്ല ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, വൽ മുറാദു ബിഹി അൽ കാഫിർ, അവിടെ ഉദ്ദേശം കാഫിര്യങ്ങളെയാണ്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്നതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് കാഫിര്യങ്ങളെയാണ് അല്ലാഹു ഉദ്ദേശിച്ചതെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റഹിമഹുല്ല അതിനൊരു വിശദീകരണം നൽകുകയാണ്. ഇനി വേറെയും വിശദീകരണങ്ങൾ കാണാം. ബഹുമാനപ്പെട്ട ദഹ്ഹാഖ് റളിയല്ലാഹു അൻഹു വറവൽ ദഹ്ഹാഖു ബഹുമാനപ്പെട്ട റിവായത്ത് ചെയ്യുകയാണ്, യുരീദു ജമാഅത്തൻ മിനൽ മുശ്രിക്കീൻ, അവിടെ ഉദ്ദേശിക്കുന്നത് മുശ്രിക്കീങ്ങളിൽ നിന്നുള്ള ഒരു വിഭാഗത്തെയാണ്. ആരാണ് മുശ്രിക്കീങ്ങളിൽ നിന്നുള്ള വിഭാഗമെന്ന് ചിലരെ അവിടെ പ്രതിപാദിക്കുന്നത് കാണാം. അൽ വലീദ് ഇബ്നുൽ അൽ മുഗീറ, മറ്റൊന്ന് ആസ് ഇബ്നു വാഇൽ, അതുപോലെ അസ്വദ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഇബ്നു അസദ് ഇബ്നു അബ്ദുൽ ഉസ്സ, അതുപോലെ അസ്വദ് ഇബ്നു അബ്ദി യൗസ്, ഇങ്ങനെ തുടങ്ങിയ ചിലരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് വേറൊരു റിവായത്തിൽ കാണാം. ഇനി വേറൊരു റിവായത്ത് പ്രകാരം ഇവിടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ ജിൻസിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ്. അത് പലരും ആ ഒരു തഫ്സീർ രീതിയിൽ വിവക്ഷിച്ചവരാണ് പലരും. അൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജിൻസിനെയാണ്, ഇൻസാൻ എന്നതിൻ്റെ ജിൻസിനെയാണ് അവിടെ ഉദ്ദേശിച്ചത് എന്ന് പലരും തഫ്സീർ നൽകി കാണാം. ഫഅഖ്സറുൽ അഖ്സരീൻ, അപ്പോൾ പരാജിതരിൽ ഏറ്റവും പരാജിതർ എന്നത് ഹുവൽ കാഫിറു, കാഫിരീങ്ങളാണ്. അല്ലദീ അശ്റക മഅ ഖാലിഖിഹി ഇലാഹൻ ആഖറ ഫിൽ ഇബാദ, തൻ്റെ ഇബാദത്തിൽ, തൻ്റെ ആരാധനയിൽ അല്ലാഹുവോടൊപ്പം മറ്റൊരാളെ പങ്കു ചേർത്തുകൊണ്ട് നിൽക്കുന്ന കാഫിരീങ്ങളാണ്. അപ്പോൾ വേറൊരു ആയത്ത് വിശദീകരിക്കുന്നിടത്ത് സ്വാവിയിൽ കാണാം, മുശ്രിക്കുകളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ബിംബത്തെ ആരാധിക്കുന്നത് അല്ലാഹുവോടൊപ്പം? അവർ പറയുന്നുണ്ട്, ലാ നഅ്ബുദുൽ അസ്നാമ ഇല്ലാ ഹുബ്ബൻ ലില്ലാഹ്, അല്ലാഹുവോട് വീണ്ടും വീണ്ടും ഇഷ്ടം അധികരിക്കാൻ വേണ്ടിയാണ്, ഇഷ്ടം കൂടാൻ വേണ്ടിയാണ് ഞങ്ങൾ ബിംബങ്ങളെ ആരാധിക്കുന്നതെന്ന് മുശ്രിക്കുകൾ പറഞ്ഞ സമയത്ത് ഒരു ആയത്തിറങ്ങുന്നുണ്ട്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹിയോട് അല്ലാഹ് പറയുകയാണ്, നബിയെ അങ്ങ് പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിന്തുടരുക, യുഹിബ്ബുകുമുല്ലാഹ്, എങ്കിൽ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്. അല്ലാഹുവിനെ ഏതൊരാൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവൻ അല്ലാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിപൂർണമായി ഇത്തിബാ ചെയ്യുക എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ മാർഗം. അല്ലാതെ മറ്റു ബിംബങ്ങൾ ആരാധിക്കുക എന്നല്ല. ഏതായാലും പരാജയത്തിൽ ഏറ്റവും താഴ്ന്ന പരാജയമുള്ളത്, ഏറ്റവും ചെറിയ പരാജയം എന്നത് ഹുവൽ മുഅ്മിനുല്ലദീ ഖലത അമലൻ സ്വാലിഹാ, ഒരു മുഅ്മിനായ മനുഷ്യനാണ് തൻ്റെ ഒരുപാട് അമലുകൾ അദ്ദേഹം കലർത്തി. എന്തുമായി? ബിആഖറ സീഅൻ സുമ്മ താബ ഇലല്ലാഹി തആല തൗബതൻ സാദിഖാ, പിന്നെ അയാൾ കുറച്ച് തെറ്റുകളൊക്കെ ചെയ്തു പോയി. അങ്ങനെ ആ തെറ്റിന് അദ്ദേഹം ഖേദിച്ച് മടങ്ങി അള്ളാഹുവിനോട് തൗബ ചെയ്തു. ഇതാണ് ഖസാറത്തിൽ ഏറ്റവും അഖല്ല് എന്ന് കാണാം. ഇത് വസീത്തിലുള്ള ഒരു തഫ്സീറാണ്. ഏറ്റവും അഖല്ലായ ഖസാറത്ത് അതൊരു മുഅ്മിൻ തെറ്റ് ചെയ്ത് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങുന്ന ഒരു തെറ്റ് അവസരം, അതാണ്.
അപ്പോൾ അടുത്ത ചർച്ച ലഫി ഖുസ്ർ എന്നാണ് പറഞ്ഞത്. എന്താണ് ഈ ഖുസ്ർ എന്ന് പറഞ്ഞാൽ? അതിന് വിവക്ഷകളുണ്ട്. ഒരു വിവക്ഷ, ഖുസ്ർ എന്ന് പറഞ്ഞാൽ അൽ ഗബ്നു, മറ്റൊന്ന് അൻ നഖ്സു, മറ്റൊന്ന് അൽ ഉഖൂബത്തു, മറ്റൊന്ന് അൽ ഹലക്കത്തു. ഇങ്ങനെ ഒരുപാട് വിവക്ഷകൾ. ഖുസ്ർ എന്ന് പറഞ്ഞാൽ പരാജയം എന്ന് പറഞ്ഞാൽ അത് വഞ്ചനയാണ്, അല്ലെങ്കിൽ അത് ശിക്ഷയെ സംബന്ധിച്ച് പറയുന്നതാണ്, അല്ലെങ്കിൽ അത് നാശത്തെ സംബന്ധിച്ച് പറയുന്നതാണ്. ഇങ്ങനെ ഒരുപാട് പരാജയങ്ങൾ പറയുന്നതായി കാണാം. എന്തായാലും സത്യത്തിൽ ഖുസ്ർ എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ്റെ ഖുസ്ർ എന്ന് പറയുന്നത് അന്നഖ്സു മിർ റഅസിൽ മാൽ, മനുഷ്യൻ്റെ മൂലധനം നഷ്ടപ്പെടുക എന്നുള്ളതാണ്. എന്താണ് മനുഷ്യൻ്റെ മൂലധനം? അല്ലാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിഅ്മതാനി മഗ്ബൂനും ഫീഹി കസീറും മിനന്നാസ്. രണ്ട് അനുഗ്രഹങ്ങൾ, വളരെ വിലപ്പെട്ട രണ്ട് അനുഗ്രഹങ്ങൾ, അതിൽ ജനങ്ങളെല്ലാം അധികരിച്ച ജനങ്ങളും അതിൽ വഞ്ചിക്കപ്പെട്ടവരാണ്. അവരറിയാതെ ആ നിഅമത്തുകൾ അവരിൽ നിന്നും നഷ്ടപ്പെട്ടു പോവുകയാണ്. എന്നിട്ട് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, അസ്ഹതു വൽ ഫറാഗ്. ഒന്നവൻ്റെ ആരോഗ്യമാണ്. ആരോഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, വാർദ്ധക്യമാകുന്ന സമയത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല എന്നതോർത്ത് ഖേദിച്ച് വേവലാതിപ്പെട്ട് കാര്യമില്ല മനുഷ്യ. അതുകൊണ്ട് നിന്റെ ആരോഗ്യമെന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയൊരു നിഅമത്താണെന്ന് മനസ്സിലാക്കണേ. രണ്ടാമത്തതായി അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുകയാണ്, വൽ ഫറാഗ്, അവൻ്റെ ഒഴിവ് സമയമാണ്. അവിടെയും സമയത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. സമയം ഏത് സമയത്താണെങ്കിലും സമയം എന്നത് വളരെ മനുഷ്യൻ്റെ ഒരു നിഅമത്തായി അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പിന്നെ മനുഷ്യൻ്റെ ഈ പരാജയം എന്നൊക്കെ പറയണത് അതൊരു മനുഷ്യൻ്റെ അവസാന സമയത്തുണ്ടാവും. ഈ ഒരു ഹദീസിനോട് ചേർത്ത് വായിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ്റെ അവസാനം വാർദ്ധക്യമെത്തുന്ന സമയത്തുള്ള ഒരു പരാജയം അതെങ്ങനെ ഉണ്ടാവുക? ഇന്നൽ ഇൻസാന ഇദാ ഉമ്മിറ ഫിദ്ദുനിയാ വഹരിമ. മനുഷ്യൻ തൻ്റെ വയസ്സധികരിച്ച് അവസാനം വാർദ്ധക്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ലഫീ നഖ്സിൻ വദഅഫിൻ വതറാജു. മനുഷ്യൻ ഒരുപാട് ന്യൂനതകളിലായിരിക്കും. മനുഷ്യൻ ബലഹീനനായിരിക്കും, വേച്ച് നടക്കുന്നവനായിരിക്കും. ഇന്നമശ്ശൈഖു മയ്യദിബ്ബു ദബീബാ എന്നൊരു കവി പാടിയില്ലേ, സഅമത്നി ശൈഖ വലസ്തു ബിശൈഖിൻ ഇന്നമശ്ശൈഖു മയ്യദിബ്ബു ദബീബാ. അത് ഷായറും ബൈത്തിലൊക്കെ കൊടുക്കാറുണ്ട് നഹ്വിൻ്റെ കിതാബുകളിൽ അല്ലേ. എൻ്റെ ഭാര്യ എന്നെ കളവൻ എന്നാണ് വിളിക്കാറുള്ളത്. പക്ഷേ ഞാൻ വയോവൃദ്ധനല്ല. ആരാണ് വൃദ്ധൻ? യദിബ്ബു ദബീബാ. ഇങ്ങനെ കുഴഞ്ഞു ഇങ്ങനെ അടി നടക്കുന്ന ആളാണ് യഥാർത്ഥത്തിൽ ആര്? ശൈഖ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെത്തിക്കഴിഞ്ഞാൽ നിസ്കരിക്കാൻ സാധിക്കില്ല, മനുഷ്യന് നോമ്പ് നോക്കാൻ സാധിക്കില്ല, മറ്റു സൽപ്രവർത്തനങ്ങൾ ചെയ്യാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കുകയില്ല. ആ സമയത്ത് മനുഷ്യൻ ലഫീ നഖ്സിൻ വദഅഫിൻ വതറാജു അല്ലേ. മനുഷ്യൻ ഇത്തരത്തിലുള്ള ന്യൂനതകളിൽ മനുഷ്യൻ പെട്ടിരിക്കും. ഇല്ലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾ ഒഴികെ. ഫഇന്നഹും തുക്തബു ലഹും ഉജൂറുഹും അല്ലതീ കാനൂ യഅമലൂനഹാ ഫീ ഹാലി ശബാബിഹിം. ഒരു മുഅ്മിൻ ആ സമയത്ത്, തൻ്റെ വാർദ്ധക്യ സമയത്ത് തന്നാൽ കഴിയുന്ന രീതിയിൽ ചെയ്യുന്ന തൻ്റെ അമലുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് തൻ്റെ ആരോഗ്യനിലയിൽ താൻ നിർവഹിച്ച തൻ്റെ അമലുകളുടെ പ്രതിഫലമാണ്. അതാണ് അസ്സിഹ്ഹത്തു വൽ ഫറാഗ്. ഈ രണ്ട് നിഅമത്തുകൾക്ക് വല്ലൊരുത്തനും പ്രാധാന്യം കൽപ്പിച്ചാൽ, തൻ്റെ ജീവിതത്തിൽ വല്ല പ്രാധാന്യവും ആരെങ്കിലും അർഹിച്ചു നൽകിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുന്ന വലിയൊരു പ്രത്യേകതയാണിത്. അവൻ്റെ വാർദ്ധക്യ സമയത്ത് അവൻ്റെ
ആരോഗ്യാവസ്ഥയിൽ അവൻ ദൃഢഗാത്രനായി നിൽക്കുന്ന അവസരത്തിൽ അവൻ ചെയ്ത അമലുകളുടെ ആ ഒരു പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ്. അതേപോലെ അള്ളാഹു നൽകുമെന്ന്. അപ്പോൾ നമ്മൾ അൽ-ഇൻസാൻ എന്നതിന് ഒരു തഫ്സീർ പറഞ്ഞത് കാഫിറിങ്ങൾ എന്നാണല്ലോ. അപ്പോൾ ഈ കുഫർ കൊണ്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ ശിർക്ക് കൊണ്ടൊക്കെ എങ്ങനെയാണ് പരാജയം വന്നെത്തുക? സൂറത്ത് സുമറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹു പറയുകയാണ്, ലൈൻ അശ്റക്ത, നീ ശിർക്ക് വെക്കുകയാണെങ്കിൽ, പങ്കു ചേർക്കുകയാണെങ്കിൽ, ലയഹ്ബതന്ന അമലുക, നിന്റെ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകുന്നതാണ്. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നീ ഖാസിരീങ്ങളിൽ പെട്ടുപോവുകയും ചെയ്യുന്നതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അല്ലേ? അല്ലാഹു ഓർമ്മപ്പെടുത്താണ്, ശിർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഖാസിരീങ്ങളിൽപ്പെട്ടവരാണ്. ഇതൊരു ഖുസ്ർ. ഇതാ അമ്മൽ ഖുസ്റാനു ബി തർക്കിൽ അമലി. അപ്പം ഇനി അടുത്തൊരു പരാജയം നമ്മുടെ അമലുകൾ ഉപേക്ഷിക്കൽ കൊണ്ടുള്ള ഒരു പരാജയം. അതെങ്ങനെ? അതും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അല്ലാഹു പറയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വമൻ ഖഫ്ഫത് മവാസീനുഹു ഫഉലൈക അല്ലദീന ഖസിറൂ അൻഫുസഹും ഫീ ജഹന്നമ ഖാലിദൂൻ. വമൻ ഖഫ്ഫത് മവാസീനുഹു, അല്ലേ? വല്ലൊരുത്തൻ്റെയും അവൻ്റെ അളവ് പാത്രം കുറഞ്ഞാൽ, അല്ലേ, നന്മയുടെ അളവ് പാത്രം കുറഞ്ഞാൽ, മവാസീനു ഹസനാത്തിഹി എന്നാണ് അതിൻ്റെ തഫ്സീർ. നന്മയുടെ പാത്രം കുറഞ്ഞാൽ, ഫഉലൈക അല്ലദീന ഖസിറൂ അൻഫുസഹും, അവർ സ്വയം തന്നെ എന്ത് ചെയ്തു? പരാജയപ്പെടുത്തി. അവിടെ വഞ്ചിച്ചു എന്നൊക്കെ തഫ്സീറുകളിൽ കാണാം. അബിനംഫുസവും, സ്വയം അവരെ തന്നെ അവർ വഞ്ചിച്ചു. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു? ഫീ ജഹന്നമ ഖാലിദൂൻ. അപ്പം അവരെന്താവുന്നു? നരകത്തിൽ, ജഹന്നം എന്ന നരകത്തിൽ അവർ ശാശ്വതരായി കഴിയുകയാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന നമ്മുടെ അമലുകൾ അത് തൂക്കപ്പെടുന്നതാണ്. ഒരാൾ ഒരു അണുമണി തൂക്കം ആരെങ്കിലും ഒരാൾ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഖൈർ ചെയ്തിട്ടുണ്ടെങ്കിൽ, യറഹു, അതിനവൻ കാണുക തന്നെ ചെയ്യും. വല്ലൊരുത്തനും ഒരു അണുമണി തൂക്കം ആരെങ്കിലും തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, യറഹു, അതിനും കാണുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. ഇനി ഒരാൾ ശൈത്താനിനെ വലിയാക്കിയാലും ഇതന്നെ ഉണ്ടാവുക. ശൈത്താൻ ഒരാളെ സഹായിയാക്കി ജീവിതത്തിൽ ചെയ്യുന്ന തെറ്റുകൾ മുഴുവനും അത് നമ്മൾ ശൈത്താനിൻ്റെ ഭാഗത്തു നിന്നാണ് ചെയ്യുന്നത്. അല്ലേ? നമ്മളൊരുപാട് തെറ്റുകൾ ചെയ്യുന്നു. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ലല്ലോ തെറ്റുകൾ ചെയ്യുക. ومن يتخذ الشيطان وليا من دون الله فقد خسر خسرانا مبينا. ആരെങ്കിലും അള്ളാഹുവിനെ അല്ലാതെ ഒരാൾ ശൈത്താനിനെ, ഒരാൾ ഇബ്ലീസിനെ ഒരാൾ വലിയാക്കിയാൽ അവൻ ഫഖദ് ഖസിറ ഖുസ്റാനം മുബീന, ഭയങ്കര പരാജയത്തിൽപ്പെട്ടു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ലഅന്നഹു സയകൂനു മിൻ ഹിസ്ബി ശൈത്താൻ, അവൻ പിന്നീട് ശൈത്താൻ്റെ കൂട്ടത്തിലായിരിക്കും. അലാ ഇന്ന ഹിസ്ബശ്ശൈത്താനി ഹുമുൽ ഖാസിറൂൻ. അപ്പോൾ ശൈത്താൻ്റെ ആ ഒരു വിഭാഗം എന്ന് പറയുന്നത് അത് പരാജിതരുടെ വിഭാഗത്തിലാണ്. അപ്പോൾ ഇതും ഒരു തരം ഖുസ്റാനാണ്, ഒരു തരം പരാജയമാണ്. നമ്മളിതൊക്കെ ലഫി ഖുസ്ർ എന്നതിനുള്ള ഒരുപാട് തരത്തിലുള്ള ഖുസ്റുകൾ പറയാണ്. പരാജയം, എന്തെല്ലാം പരാജയങ്ങൾ, ഏത് രീതിയിലൊക്കെയുള്ള പരാജയങ്ങൾ, ഇങ്ങനെ ഒരുപാട് പരാജയങ്ങൾ. അടുത്തൊരു പരാജയം, ഇനി ഖുസ്റാൻ എന്നതിന് വേറൊരു തഫ്സീർ, ഇത് വളരെയധികം ചിന്തിക്കേണ്ട ഒരു തഫ്സീറും കൂടിയായിട്ടാണ്.
ഹുസ്രാൻ. അങ്ങനെയാണ് അടുത്തൊരു ഹുസ്രാൻ, ഈ പരാജയം വരിക എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ ഇസ്ലാമിനെ വിട്ടാഗ്രഹിക്കുക, വേറൊരു മതത്തെ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ മറ്റൊരു ആചാരം കടന്നു വരുമ്പോൾ ഞാൻ ആ മതക്കാരനായിരുന്നെങ്കിൽ എത്ര നന്നായി അത് ആഘോഷിക്കാമായിരുന്നു. ക്രിസ്മസ് വരുമ്പോൾ അങ്ങനെ ഒരുപാട് മറ്റു മതങ്ങളിലെ, നമ്മുടെ സഹോദര മതങ്ങളിലെ ഒരുപാട് ആചാരങ്ങൾ കടന്നു വരുന്ന സമയത്ത് ഞാൻ അതിലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നൊക്കെ ആഗ്രഹിക്കുക. ഇതൊരു പരാജയത്തിൽപ്പെടുന്നവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن يبتغ غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين. ആരെങ്കിലും ഇസ്ലാമല്ലാത്ത ഒന്നിനെ തനിക്ക് മതമായി വേണമെന്ന് ആഗ്രഹിച്ചാൽ ഫലൻ യുഖ്ബല മിൻഹു, അവനിൽ നിന്നും അത് സ്വീകരിക്കപ്പെടുന്നതല്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവൻ മാത്രമല്ല, അവൻ ആഖിറത്തിൽ പരാജിതരിൽപ്പെട്ടവരുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇസ്ലാം എന്നത് നമ്മുടെ മതമാണ്. ഇസ്ലാം ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, തജീഉൽ അഅമാലു യൗമൽ ഖിയാമ, ഖിയാമ നാളാകുന്ന സമയത്ത്, അന്ത്യനാളിൽ അല്ലാഹുവിൻ്റെ അരികിലേക്ക് എല്ലാ അമലുകളും ഇങ്ങനെ കടന്നു വരും. ഫതജീഉ സ്വലാത്തു ഫതഖൂലു യാ റബ്ബ് അന സ്വലാത്ത്. അപ്പോൾ അള്ളാഹിൻ്റെ അടുക്കലേക്ക് നിസ്കാരം ഇങ്ങനെ കടന്നു വരും. എന്നിട്ട് പറയും, ഞാൻ നിസ്കാരമാണ്. ഫയഖൂലു, അപ്പോൾ അള്ളാഹു പറയുകയാണ്, ഇന്നക അലാ ഖൈർ, നീ നന്മയുടെ മേലാണ്. അങ്ങനെ അടുത്ത സ്വതക്ക വരും, സ്വതക്കയോടും അള്ളാഹു ഇങ്ങനെ തന്നെ പറയും. അടുത്തത് നോമ്പ് വരും, നോമ്പിനോടും ഇങ്ങനെ പറയും. അടുത്തതായി എല്ലാ അമലുകളും ഇങ്ങനെ കടന്നു വരും. അള്ളാഹു ഇതുപോലെ തന്നെ എല്ലാ അമലുകളോടും പറയും. അവസാനം സുമ്മ യജീഉൽ ഇസ്ലാമു, ഇസ്ലാം അള്ളാഹിൻ്റെ അരികിലേക്ക് വരികയാണ്. ഫയഖൂലു യാ റബ്ബ് അൻതസ്സലാം വ അനൽ ഇസ്ലാം, പഠിച്ചോനെ നീ രക്ഷയാണ്, ഞാൻ ഇസ്ലാമാണ്. ഫയഖൂലുല്ലാഹ്, അപ്പോൾ അള്ളാഹു പറയും, ഇന്നക അലാ ഖൈർ ബികൽ യൗമ ആഖിദുൻ വബിക ഉഅതി, അല്ലേ, നിന്നെക്കൊണ്ട് ചില ആൾക്കാരെ ഞാൻ പിടിക്കും ചെയ്യും, ചില ആൾക്കാർക്ക് ഞാൻ നൽകും ചെയ്യും, അല്ലേ. മുസ്ലിമായ ആൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു ഉഅതിയ, അല്ലാഹു ഒരുപാട് കാര്യങ്ങൾ നൽകും, വാഗ്ദാനം ചെയ്ത ഒരുപാട് കാര്യങ്ങൾ. അതാണ് അല്ലാഹു പറഞ്ഞത്, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനാ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. അപ്പോൾ അവർ ആഖിറത്തിൽ പരാജിതരിൽപ്പെട്ടവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോൾ ഒരു പരാജയം ഈ രീതിയിലുമാണ്. പരാജയങ്ങൾ ഒരുപാട് തലം നമ്മൾ പറഞ്ഞു. ഒരു തലം ദീന് വിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു രീതിയാണ്. സത്യത്തിൽ ഈ ലോകമെന്ന് പറയുന്നത്, മനുഷ്യൻ്റെ ഈ ജീവിതം എന്നത് അതൊരു അങ്ങാടി പോലെയാണ്, അല്ലേ, സൂക്ക് പോലെയാണ് ഈ ലോകം, ഈ ജീവിതം എന്നൊക്കെ പറയുന്നത്. ഫൈന്ന അമലഹു ഫീ ഖൈരിൻ റബിഹ, ഒരാൾ തൻ്റെ ഈ അങ്ങാടിയിൽ ഖൈറിലായി കച്ചവടം നടത്തിയാൽ, നല്ല അമലുകൾ ചെയ്താൽ, അതുതന്നെയാണ് കച്ചവടം. അവൻ്റെ ഖൈറിലായിട്ടുള്ള കച്ചവടം അതാണ്. ഒരുപാട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ രീതിയിൽ തൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയാണ് മനുഷ്യൻ എങ്കിൽ റബിഹ, അവന് ലാഭമുണ്ടായി. വൈൻ അമലഹു ഫീ ശർരിൻ, എന്ത് ചെയ്തു, ഒരു മനുഷ്യൻ ഷർറിലായിട്ടാണ് തൻ്റെ ജീവിതത്തെ അവൻ നടത്തുന്നതെങ്കിൽ ഖസിറ, അവൻ പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പം അതൊരു പരാജയമാണ്. ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന, മനുഷ്യൻ്റെ നഫ്സുകൾ അല്ലാഹു വാങ്ങിയിട്ടുണ്ട്, അവൻ്റെ മാലുകൾ അല്ലാഹു വാങ്ങിയിട്ടുണ്ട്. എന്തിന് പകരം? സ്വർഗത്തിന് പകരം. ഇതിൽ നഫ്സ് എന്ന് പറയുന്നത് അവൻ്റെ വാഹനമാണ്, ഈ ലോകത്ത് ഓടാനുള്ളവൻ്റെ വാഹനം മാത്രം. മറിച്ച് അവൻ്റെ പണികളൊക്കെ അവൻ്റെ റൂഹിനാണ്. റൂഹ് പല കാര്യവും ചെയ്യാൻ നിൽക്കുമ്പോൾ നഫ്സ് അതിനെതിരായി നിൽക്കും. പക്ഷേ നമ്മുടെ നഫ്സിന് വേണ്ടി നാം നഫ്സ് തൃപ്തിപ്പെടുന്ന രീതിയിൽ ഒരു കാര്യവും ചെയ്യരുത്
ഇത് തസവുഫിൻ്റെ രീതിയിലേക്കൊക്കെ പോകുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹിമഹുല്ല കിതാബുൽ ഹികമിൽ ബഹുമാനപ്പെട്ടവർ വളരെ ശക്തമായി എതിർക്കുന്നതൊക്കെ കാണാം. ചില സന്ദർഭങ്ങളിൽ ബഹുമാനപ്പെട്ടവർ ചോദിക്കാണ്, അയ്യു ഇൽമിൽ ആലിമിൻ, ഒരു ആലിമിന് എന്ത് ഇൽമാണുള്ളത്, യർളാ അൻ നഫ്സിഹി, അവൻ്റെ നഫ്സിനവൻ തൃപ്തിപ്പെടുന്നുണ്ട്. അയ്യു ജഹ്ലിൽ ജാഹിലിൻ, ഒരു ജാഹിലിന് എന്ത് ജഹ്ലാണുള്ളത്, എന്ത് വിവരമില്ലായ്മയാണുള്ളത്, ലാ യർളാ അൻ നഫ്സിഹി, അവൻ്റെ നഫ്സിനവൻ തൃപ്തിപ്പെടുന്നില്ല. അപ്പോൾ ഓൻക്കെന്ത് പിന്നെ ജഹലാണുള്ളത്, ജഹലില്ല, അവൻ്റെ നഫ്സിനവൻ തൃപ്തിപ്പെടുന്നില്ല. പ്രത്യക്ഷത്തിൽ ജനങ്ങൾ കാണുന്ന സമയത്ത് അവനൊരു ഭ്രാന്തനായവനെ മുദ്ര കുത്തുമെങ്കിലും പരോക്ഷത്തിൽ അവൻ അള്ളാഹുവിൻ്റെ അരികിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ മനുഷ്യർക്കും അള്ളാഹു വജഅല ലികുല്ലി ഇൻസാനിൻ മൻസിലതൻ ഫിൽ ജന്ന വമൻസിലതൻ ഫിന്നാർ, അള്ളാഹു എല്ലാ ജനങ്ങൾക്കും നരകത്തിലും സ്വർഗത്തിലും ഓരോ സ്ഥാനമുണ്ടാക്കിയതായി കാണാം. ഫമൻ ആമന വഅമില സാലിഹൻ കാന മആലുഹു യാ മൻസിലത്തിൽ ജന്ന, ആരെങ്കിലും സ്വാലിഹായ അമലുകൾ ചെയ്താൽ, ആരെങ്കിലും യഥാർത്ഥത്തിൽ അല്ലാഹുവിൽ വിശ്വസിച്ച് ജീവിച്ചാൽ അവൻ്റെ അവസാനം അവൻ ചെന്ന് അവൻ്റെ മൻസിലത്ത് എന്നത് സ്വർഗമാണ്. വസല്ലമ മിൻ മൻസിലത്തിന്നാർ, നരകത്തിലെ അവൻ്റെ സ്ഥാനത്ത് നിന്നും അവൻ രക്ഷപ്പെട്ടു. ഒമൻ കഫറ കാന മആലുഹു ഇലാ മൻസിലത്തിന്നാർ, ആരെങ്കിലും അല്ലാഹുവിനെ നിഷേധിച്ച് ജീവിച്ചാൽ അവൻ്റെ മൻസിലത്ത് നരകത്തിലാണ്. വതറക മൻസിലതഹു ഫിൽ ജന്ന, സ്വർഗത്തിലുള്ള അവൻ്റെ സ്ഥാനത്ത് അവൻ ഉപേക്ഷിക്കുകയും ചെയ്തു. അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, അവ്വലു മാ യദ്ഖുലു ഫീ ഖബ്രിഹി ഇൻ കാന മുഅ്മിനൻ യുഫ്തഹു ലഹു ബാബുൻ ഇലന്നാർ. അല്ലേ, ഒരാൾ ആദ്യം മരിച്ച ഒരാൾ ഇങ്ങനെ ഖബറിലേക്ക് ചെന്ന് കഴിയുമ്പോൾ മുഅ്മിനാണെങ്കിൽ അദ്ദേഹത്തിന് നരകത്തിൻ്റെ വാതിലിങ്ങനെ തുറന്നു കൊടുക്കും. വയുഖാലു ലഹു, എന്നിട്ട് അയാളോട് പറയപ്പെടും, ദാക മഖഅദുക മിനന്നാർ ലൗ ലം തുഅ്മിൻ, നീ വിശ്വസിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നരകത്തിലെ നിന്റെ സ്ഥാനം ഇതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ കാണിച്ചു കൊടുക്കും. സുമ്മ യുഖ്ഫലു അൻഹു, പിന്നെ അതിങ്ങനെ പൂട്ടപ്പെടും ആ വാതിൽ. വയുഫ്തഹു ലഹു ബാബുൻ ഇലൽ ജന്ന, എന്നിട്ട് സ്വർഗത്തിലേക്കുള്ള വാതിൽ ഇങ്ങനെ തുറന്നു കൊടുക്കും. വയുഖാലു ലഹു, എന്നിട്ട് അവനോട് പറയപ്പെടും, ഹാദാ മൻസിലുക യൗമ തഖൂമുസ്സാ, ഇതാണ് നിന്റെ യഥാർത്ഥത്തിലുള്ള നിന്റെ ജീവിതം ഇനി മുതലാണ് തുടങ്ങുന്നത്. ഈ ജീവിതത്തിൽ ശാശ്വതമായ നിന്റെ ജീവിതത്തിൽ നിന്റെ സ്ഥാനം സ്വർഗത്തിലാണെന്ന് സ്വർഗത്തിലെ മനുഷ്യൻ്റെ മുഅ്മിനിൻ്റെ സ്വർഗത്തിലെ സ്ഥാനം കാണിച്ചു കൊടുക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പം ഈ മനുഷ്യനെന്താ പറയാണെന്നറിയോ? ഖിയാമത്ത് നാളിൽ നിന്റെ സ്ഥാനം ഇതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ഫയഖൂലു, അപ്പം ആ മനുഷ്യൻ പറയും, അഖിമിസ്സാ, ഖിയാമത്ത് നാൾ പെട്ടെന്നാക്ക് റബ്ബേ, പെട്ടെന്ന് അന്ത്യനാളുണ്ടാവട്ടെ, പെട്ടെന്ന് ലോകം അവസാനിക്കട്ടെ എന്ന് മുഅ്മിനായ മനുഷ്യൻ പറയുമെന്ന് ലോകഗുരു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അങ്ങനെ ഈ ഹദീസ് ഇനി നീണ്ടു പോകുന്നുണ്ട്. ഇനി കാഫിറിൻ്റെ അവസ്ഥ ഇങ്ങനെ പറയാണ്. അങ്ങനെ ഒരുപാട് ഇങ്ങനെ നീണ്ടു പോകുന്നൊരു ഹദീസാണ്. അപ്പോൾ മനുഷ്യനാണ്, ഏതൊരു മനുഷ്യനാണെങ്കിലും മരിക്കുന്ന അവസരത്തിൽ ടെൻഷനോടെയാണ് മരിക്കുക. ലാ യഖ്റുജു ഇൻസാനും മിനദ് ദുനിയ ഇല്ലാ ഹസീന, അല്ലെ, മനുഷ്യന്മാർ മരിക്കുന്ന അവസരത്തിൽ ഭയങ്കര ടെൻഷനായിരിക്കും. ഫഇൻ കാന മുസിയൻ ഫഅലാ ഇസാതിഹി, ഒരു മനുഷ്യൻ തമ്മാടിയാണെങ്കിൽ, അല്ലേ, തൻ്റെ അവസാന അന്ത്യസമയം മോശമാകുന്നതിനിങ്ങനെ അത് വിചാരിച്ചുകൊണ്ട് ടെൻഷനായിരിക്കും. ഒരുപാട് തെറ്റുകൾ ചെയ്തു റബ്ബേ എന്ന ഖേദമായിരിക്കും മനുഷ്യൻ മരിക്കുന്ന അവസരത്തിൽ. വഇൻ കാന മുഹ്സിനൻ ഫലിതഖ്സീരിഹി, ഇനി ഒരാൾ തെറ്റൊന്നല്ല നന്മ ചെയ്ത ആളാണെങ്കിൽ അയാൾക്കും ടെൻഷനായിരിക്കും. പഠിച്ചോനെ
ചുരുങ്ങിപ്പോയല്ലോ റബ്ബേ, കുറച്ചല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ, ഞാൻ വേണ്ടത്രയൊന്നും അമലുകൾ ചെയ്തില്ലല്ലോ റബ്ബേ എന്ന ഖേദം ഒരു മനുഷ്യൻ മുഅ്മിനാണെങ്കിൽ അയാൾക്കുമുണ്ടാകും. പക്ഷേ അള്ളാഹു പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. ഒരു മുഅ്മിനായ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറയുന്നവർ. ഇത് പറയാൻ ഭയങ്കര എളുപ്പമാണ്, അത് നമ്മളും പറയാല്ലേ, അല്ലാഹു, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ്. പിന്നുള്ളതാണ് വിഷയം, സുമ്മസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക, പിന്നെ ഇസ്തിഖാമത്തിലായി ജീവിച്ചു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അതാണ് സിറാത്തുൽ മുസ്തഖീം. സുമ്മസ്തഖാമൂ, ഇസ്തിഖാമത്തിലായി ജീവിക്കുക. ഇസ്തിഖാമത്തിലായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ഒരു ആയത്ത് മാത്രമായി വേറൊരു തഫ്സീർ നമുക്ക് വിശകലനം ചെയ്യാം. അപ്പോൾ ഇസ്തിഖാമത്തിലായി ജീവിക്കുക, അങ്ങനെ ഒരാൾ ഇസ്തിഖാമത്തിലായി ജീവിക്കുകയും ചെയ്താൽ ആ മനുഷ്യൻ മരിക്കുന്ന അവസരത്തിൽ ഹസീനായി നിൽക്കുമ്പോൾ, ടെൻഷൻ അടിച്ചു നിൽക്കുമ്പോൾ, തൻ്റെ അമലുകൾ ചുരുങ്ങിയെന്ന വ്യഥയിലിങ്ങനെ നിൽക്കുമ്പോൾ, തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ തൻ്റെ മരണാസന്ന നിലയിൽ അവനിലേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് അവനോട് പറയുകയാണ്, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ, അമലുകൾ ചെയ്യുന്ന അവസരത്തിൽ നിങ്ങളുടെ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്ന നിങ്ങളുടെ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗം നിങ്ങളോട് അള്ളാഹു വാഗ്ദാനം ചെയ്ത ആ സ്വർഗം നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് സന്തോഷിക്കാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് എന്ന് മലക്കുകൾ അവൻ്റെ മരണാസന്ന നിലയിൽ അവനിലേക്ക് ഇറങ്ങി അവനോട് പറയുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മളൊക്കെ അള്ളാഹു പെടുത്തട്ടെ. അപ്പോൾ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഞങ്ങൾ സംസാരിച്ചു. അള്ളാഹു നമ്മിൽ നിന്നും അതൊക്കെ കബൂൽ ചെയ്യട്ടെ. അള്ളാഹു പരിശുദ്ധമാക്കപ്പെട്ട ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിച്ചവരിൽ അള്ളാഹു നമ്മേവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്തതിൽ ഈ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്നുള്ള പറഞ്ഞല്ലോ, ഇനി അതിൽ നിന്നും ഇസ്തിസ്ന ചെയ്ത് കുറച്ചാളെ മാറ്റി വെക്കാണ് അള്ളാഹു. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ, അങ്ങനെ കുറച്ച് പേര് അള്ളാഹു ഇങ്ങനെ മാറ്റി നിർത്തുകയാണ്, മുഅ്മിനീങ്ങളായ ചിലരെ. ആരാണ് എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസം നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാവിധ തൗഫീഖും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅ്വാതന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.